കഴിഞ്ഞ വേനൽ മഴയിൽ വൻ നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട അട്ടത്തോട് ഗിരിജൻ കോളനിയിലെ വീടുകളുടെ പുനർനിർമ്മാണത്തിന് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാസം 21-ാം തീയതി പെയ്ത കനത്ത മഴയിലും കാറ്റിലും നിരവധി വീടുകൾ തകർന്നുപോയി. ചില വീടുകൾക്കൊക്കെ സാരമായ കേടുപാടുകൾ പറ്റി. റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്ത് പരിശോധന നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മേൽക്കൂര തകർന്ന വീടുകളടക്കം ശരിയാക്കാൻ ഇതുവരെ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഏപ്രിൽ മാസം 23-ാം തീയതി രാത്രിയോടെ നല്ല കാറ്റ് വീശിയടിച്ചു. പിന്നെ പേമാരിയായി. ദിവസങ്ങൾ പിന്നിട്ടിട്ടും മേൽക്കൂര തകർന്ന വീടുകളടക്കം ശരിയാക്കാൻ ഒരു നടപടിയുമായില്ല. അട്ടത്തോട്ടിലെ മനുഷ്യർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്നത്തെ കാറ്റിലും മഴയിൽ നിന്നും രക്ഷപ്പെട്ടത്. വീണ്ടും മഴ വന്നാൽ നനയാതിരിക്കാൻ കോളനിയിലുള്ളവർ തന്നെ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി. കാറ്റടിച്ച് മൊത്തം പോയി. മനുഷ്യനും കൂടെ രക്ഷ ദൈവം തമ്മിലാണ് ഭഗവാൻ കാത്തു രക്ഷിച്ചത്. അല്ലെങ്കിൽ മൊത്തം തകർന്നു പോയി. ഈ ഭിത്തി മൊത്തം ഈ മരം വന്ന് വീണും തെങ്ങും വീണും എല്ലാം പോയാണ്. സീറ്റും എല്ലാം മൊത്തം അടിച്ച് തകർന്നു താഴെ മുഴുവൻ നനയുന്നതാണ്. കടുത്ത ചൂടിൽ കിടപ്പ് രോഗിയടക്കം ഈ ടാർപോളിൻ ഷീറ്റിന് താഴെ വെന്തുരുകുകയാണ്. ഇനിയൊരു മഴ വന്നാൽ എന്തു ചെയ്യുമെന്ന് ഈ കുടുംബങ്ങൾക്ക് ഒരു പിടിയുമില്ല. വേനൽ മഴയിൽ തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങളാണിത്. ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ദുരിതപ്പെയ്ത്താണ്. ചൂടിനോടുള്ള പക മുഴുവൻ മഴ പെയ്തു തീർക്കും. അപ്പോഴും ഈ നാട്ടുകാർക്ക് ദുരിതം മാത്രമാകും ബാക്കി. അടിയന്തര ഇടപെടൽ നടത്താൻ ഭരണകൂടം തയ്യാറാകണം. സഞ്ജയ് ഇക്ബാലിനും രതീഷ് മാടമ്പശ്ശേരിക്കുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. മേൽക്കൂരകൾ തകർന്നിട്ടും ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചു പോയതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പരാതി. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടന്നിരുന്നു. ആദ്യം ഭയങ്കര മഴയായിരുന്നു. മഴയും ഭയങ്കര കാറ്റും മഴയും കാരണം കൊണ്ട് എല്ലാവരും അതിലേലും എല്ലാം ഓടിപ്പോയി. പ്രായമുള്ള അമ്മേനെയൊക്കെ എടുത്തുകൊണ്ട് ഓടി അമ്പലത്തിലൊക്കെ പോയി. പിന്നെ അവരുടെ വീടൊക്കെ വീണതും വീട്ടിൻ്റെ ഷീറ്റുകളെല്ലാം വീണതും ഞങ്ങൾ ചായപ്പിനകത്താണ് വന്ന് വീണതും. പെരയുടെ ക്ലാമ്പ് വരെയും വീണ് ഞങ്ങൾ ആ ചായപ്പിനകത്താണ് വന്ന് വീണത്. അന്നേരത്തെ ഞങ്ങൾ പേടിച്ച് കൊച്ചുങ്ങളെല്ലാം കൊണ്ട് ഒരു വശത്തോട്ട് ഭിത്തിയുടെ സൈഡിലോട്ട് മാറി ഞങ്ങൾ പേടിച്ച് നിൽക്കുമായിരുന്നു. ഭയങ്കര കൊടുങ്കാറ്റായിരുന്നു. കപ്പലാവ് പോയി, പെര പോയി, മുളക് പറിക്കുന്ന ആ കൊടി മൊത്തം പറഞ്ഞു പോയി. അങ്ങനെ ഒത്തിരി നാശം ഉണ്ടായി ഞങ്ങൾക്ക്. പക്ഷേ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും തരത്തുമില്ല. ഇന്നലെ മഴ പെയ്തായിരുന്നു. മഴ പെയ്തപ്പോഴത്തേക്ക് ഇത് മൊത്തം നനയുമായിരുന്നു. ഇത് ഞങ്ങൾ ഇന്നലെ പകൽ കെട്ടാറാക്കി വെച്ചതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇന്നലെ മഴ പെയ്തപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം നനഞ്ഞു. അതിനൊക്കെ എല്ലാം നനഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ മല്ലപ്പള്ളിയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് വിളിച്ച് വരുത്തിയതാണ്. ഞാനും എൻ്റെ അനിയനും ഭർത്താവും കൂടെയാണ് അമ്മ സഹായിച്ചിത്രയൊക്കെ ചെയ്ത് കൊടുത്തത്. അന്ന് സംഭവിച്ച ആദ്യം മഴ ഉണ്ടാകുമായിരുന്നു. രണ്ടാമത് ഒരു കാറ്റടിച്ചു. ആദ്യത്തെ കാറ്റടിച്ച് അത് മാറിപ്പോയായിരുന്നു. രണ്ടാമത്തെ കാറ്റടിച്ചാണ് മൊത്തം പെരയുടെ മണ്ടയും പോയി കംപ്ലീറ്റ് ഷീറ്റും പോയത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഞാനിപ്പോൾ അതെല്ലാം അവിടെ നിന്ന് കുറച്ച് കിട്ടി. അത് പിറകെ മണ്ടയിട്ടിരിക്കുക. കാരണം മഴ പെയ്യുന്നതുകൊണ്ട് നനയും. അതുകൊണ്ട് പിന്നെ നമ്മൾ പിറകെ കിട്ടും. മറ്റ് ട്രൈബലിൽ നിന്ന് ഒരു പഴുതാരം ഷീറ്റ് തരാമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. വില്ലേജ് ഓഫീസർ വന്ന് നോക്കിയിരുന്നു. MLA വന്ന് നോക്കിയായിരുന്നു. പിന്നീട് ഇതിനൊന്നും ഒരനക്കം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഫോട്ടോ എടുത്തും വാക്കുകൾ കണ്ടും വീടുകൾ കണ്ടും ബോധ്യപ്പെട്ട് പോയിട്ടേ ഉള്ളൂ. ഇന്ന് ഈ സമയം വരെ ഇതിനെന്ത് കാര്യങ്ങൾ ചെയ്യണം, ഇനി എന്ത് മാർഗം കണ്ടെത്തി കൊടുക്കണം എന്നാർക്കും ഒരു ഉത്തരവാദിത്വം സർക്കാരിന് വന്നിട്ടില്ല. 18 വീട് തകർന്നു പോയി. അതിനകത്ത് 10 വീടും പൂർണ്ണമായി തകർന്നു പോയി. ഇതുകൊണ്ട് ഈ വീടൊക്കെ ഇവർ പ്ലാസ്റ്റിക് വാങ്ങിച്ച് മണ്ടേ വലിച്ചു കെട്ടിയേക്കുക. ഇങ്ങനെ കിടന്നാൽ മതിയോ? ഗീതാ നായർ ചോദിക്കുന്നു, SKN കണ്ണൂർ എവിടെയാ മഴ? നമ്മുടെ ആ പ്രതിനിധി സജോ ദേവസ്യ കണ്ണൂരിലുണ്ട്. പിടിച്ചിരുത്തി ചോദിക്കുക എവിടെയാണ് മഴയെന്ന്. വാസിം പറയുന്നു, മഴയെന്നൊക്കെ പറഞ്ഞ് പാലക്കാട്ടുകാരെ കൊതിപ്പിക്കല്ലേ എന്ന് പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.